100% എന്ന് തന്നെ പറയാം. വോട്ടവർക്ക് തന്നെ കൊടുക്കുക. നിലനിർത്തുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. കണ്ടില്ലേ, പുറത്ത് നല്ല ചൂടാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. തുടർച്ചയായ 2 തവണയും ഭരണം നിലനിർത്തിയിരുന്ന LDF സർക്കാർ ഇത്തവണയും ഭരണം നിലനിർത്തുമോ എന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ ആർക്കൊപ്പമെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇത്തവണ LDF സർക്കാർ ഭരണം നിലനിർത്തുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കുറെ ചെയ്യുന്നുണ്ട്, വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ട്. ഇതിനു മുമ്പൊന്നും അങ്ങനെ വാഗ്ദാനങ്ങൾ പറഞ്ഞതൊന്നും പാലിക്കപ്പെട്ട കണ്ടിട്ടില്ല. ഇന്ന് സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇതെല്ലാം ഈ സർക്കാർ വന്നേരം യാഥാർത്ഥ്യമായത്. പിന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പെൻഷൻ എടുത്താലും അതൊക്കെ പണ്ടൊക്കെ കാലത്ത് 6 മാസം 7 മാസം കുടുംബം കിട്ടുന്നത് ഇന്ന് പ്രായമില്ലാക്കാത്ത ഒരു വലിയ ഉപകാരമാണ്. മരുന്ന് വാങ്ങാനെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. വരുന്നതാണ്. ഭരണവിരുദ്ധ വികാരം അങ്ങനെ കാണുന്നില്ല. പിന്നെ പ്രതിപക്ഷത്താണെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല. അവർ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ പറ്റാത്ത ആൾ എങ്ങനെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ചിന്തയും മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ, ഇത്തവണ LDF സർക്കാർ ഭരണം നിലനിർത്തുമോ? എന്താ തോന്നുന്നത്? പൊതുവെയുള്ള ധാരണ മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. നിലവിലുള്ള അന്തരീക്ഷത്തിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് മാറ്റം ആഗ്രഹിക്കുന്നത്? അതല്ലേ, വ്യത്യസ്തമായ ഒരു പുരോഗതി കൈവരിക്കുമെന്നുള്ളത്. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിൽ നിന്ന് മറ്റു പുതിയ പ്രൊജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. കാരണം 10 വർഷമായിട്ട് ഒരേ ലെവലിൽ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി വരുമ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, ഇനി നമ്മളെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ ആ ഇലക്ഷനിൽ LDF സർക്കാർ ഭരണം നിലനിർത്തുമോ അതോ ഭരണം നിലനിർത്തിയില്ലേ? സർക്കാർ 100% ഭരണം നിലനിർത്തും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ ചെയ്ത വികസനം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മാത്രം നോക്കിയാൽ, ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല, എന്നാലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എനിക്ക് അറിയുന്നത് തലശ്ശേരി പഞ്ചായത്ത് മുതൽ മൊത്തം എല്ലാ ഭാഗവും. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ തന്നെ വീണ്ടും ചെയ്തതിൽ ഏറ്റവും വികസനം എന്ന് പറഞ്ഞല്ലോ, ഇതുവരെ ഉണ്ടാക്കിയ വികസനത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ള വികസനം സ്കൂൾ, ഹൈസ്കൂൾ മോഡൽ, പിന്നെ മൊത്തം ഹൈസ്കൂൾ, ഇരിക്കൂർ ഹൈസ്കൂൾ, കർണശ്ശേരി ഹൈസ്കൂൾ. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരികയല്ലേ, ഇത്തവണയും LDF സർക്കാർ തന്നെ തുടരും. എന്ത് തോന്നുന്നു? 100% തുടരും. കാരണം അത്രയും വികസനങ്ങൾ പിണറായി സർക്കാർ വന്നതിന് ശേഷം ജനങ്ങൾക്ക് ഉപകാരമുള്ളത്, സാധാരണക്കാർക്കെല്ലാം ഉപകാരമുള്ളത് ഈ ഭരണത്തോടെയാണ്. അതുകൊണ്ട് 100% ഇപ്രാവശ്യം LDF തന്നെ ഭരിക്കും. ഒരുപാട് വികസനങ്ങളുണ്ടല്ലോ. കാരണം ഇപ്പം വരുന്ന ബൈപ്പാസ്, എത്ര മേൽപ്പാലങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് പെൻഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊരു മഹാമാരി വന്നു കഴിഞ്ഞാലും പിണറായി സർക്കാർ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് എല്ലാം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണേണ്ടത് ഇപ്പം വയനാട് പിണറായിക്കല്ലാണ്ട് വേറെ ഒരു മന്ത്രിമാർക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അത്ര ഒരു വികസനം കൊണ്ടുവരാൻ പറ്റൂല. 100% എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ നല്ല കാര്യങ്ങളാണ് ഈ 10 വർഷവും ചെയ്തിട്ടുള്ളത്. പെൻഷൻ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഹോസ്പിറ്റലുകളിലെ മരുന്നുകൾ, പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള വിജയങ്ങൾ. കാരണം പാഠപുസ്തകങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നല്ല സമാധാനമുണ്ട്. വർഗീയ കലാപങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള പല മെജോറിറ്റിയും ഈ LDF ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷയിൽ ഞാൻ 100% തന്നെ കൊടുക്കുന്നു. LDF തന്നെ ഇപ്പോഴും അധികാരത്തിൽ വരുന്നുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ, ഇത്തവണയും LDF സർക്കാർ ഭരണം നിലനിർത്താൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറുഭാഗത്തുള്ള കോൺഗ്രസിലുള്ള തമ്മിലടി, ഈ തമ്മിലടി അത് LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ ഞാൻ സാഹചര്യം വരുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലുകൾ നന്നായിട്ടുണ്ട്, സ്കൂളുകൾ നന്നായിട്ടുണ്ട്, റോഡുകൾ നന്നായിട്ടുണ്ട്. പിന്നെ പെൻഷൻ 62 ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേഡീസിനെ കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇത്തവണയും LDF സർക്കാർ വരും.
ഇവിടെ നമ്മളെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും LDF സർക്കാർ ഭരണം നിലനിർത്തുമോ? എന്താ തോന്നുന്നത്? കാരണം എന്താ? എന്തൊക്കെ വികസനങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിച്ച വികസനമൊന്നും ആദ്യം വാക്കുകൾ പറഞ്ഞതല്ലാണ്ട് പിന്നെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത്തവണ LDF വരില്ലെന്നാണ് പറയുന്നത്. UDF ടീം UDF വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ LDF ഭരണം നിലനിർത്തുമോ ഇല്ലയോ? എന്താ തോന്നുന്നത്? തരുന്നല്ലേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? നല്ല വികസനമുണ്ട്, ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും മോശമില്ലാണ്ട് 10 കൊല്ലം നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഈ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കുറച്ച് വികസനങ്ങൾ എന്തൊക്കെയായിരിക്കും? നല്ല വികസനം നമ്മൾ ആസ്പത്രി തന്നെ നോക്കിയാണ്. റോഡ് വികസനം, ക്ഷേമ പെൻഷൻ, ഹെൽത്ത് പവർ കിട്ടില്ല, വിദ്യാഭ്യാസ മേഖല എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. പെൻഷൻ നല്ല ബൂത്ത് കൊണ്ട് എത്തുന്നുണ്ട്. അതിന് ഒരു മോശമൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്തവണ വോട്ട് LDF-ന്? പിന്നെ തീർച്ചയായിട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അല്ലേ? ഇത്തവണയും LDF സർക്കാർ ഭരണം നിലനിർത്തുമോ? എന്ന് തോന്നുന്നു. ഭരണം നിലനിർത്തും. വെച്ചാൽ നമുക്ക് ഇതുനാള് ഓറ് ചെയ്ത സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ അത് മുൻനിർത്തി കണ്ടോട്ട് തന്നെ ഓർ തന്നെ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതന്നെ വരുന്നെന്ന് നമുക്കൊരു ഉറപ്പ്. ഇത്തവണ LDF സർക്കാരിന്റെ ഭരണം അതന്നെ. കഴിഞ്ഞ 10 വർഷവും ഭരണം എങ്ങനെയുണ്ടായിരുന്നു? അത് ഭരണം അത് നമുക്ക് പറയാനൊന്നുമില്ലല്ലോ. അത് ഉറങ്ങിയാലേ നമുക്ക് കാര്യമില്ല ചെയ്യാന്നത്. ഓരോ ഇത്ര നാള് വെച്ച നമുക്കുള്ള അനുഭവങ്ങൾ വെച്ചിട്ടല്ല ഓർ തന്നെ പെൻഷനായാലും നമുക്ക് ചെയ്ത നാടിന്റെ വികസനമായാലും എന്തിരുന്നാലും അത് നല്ല കാര്യം തന്നെയാണ്. LDF തന്നെ. ഇത്തവണ LDF-നായിരിക്കും വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ? ഇത്തവണയും LDF സർക്കാർ ഭരണം തുടരും. LDF സർക്കാർ തന്നെ വരണ്ടേ? അവർ എന്തെല്ലാം കാര്യം ചെയ്ത് വേണോ? നമ്മളെ മുഖ്യമന്ത്രി അടിപൊളിയല്ലേ? ഇത്തവണയും LDF സർക്കാരിനാ വരണം. ഇത്തവണ വോട്ട് LDF-നായിരിക്കും. വോട്ട് അവർക്ക് തന്നെയാ കൊടുക്കുക. അവർ ചെയ്തതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു വികസനം എന്തായിരിക്കും? ഹോസ്പിറ്റലെല്ലാം ആക്കിയില്ലേ? പിന്നെ ഒരുപാട് ഇതെല്ലാം നടത്തിയിട്ടില്ലേ? വേറെ എന്താ ചെയ്യണ്ടേ? ഇനി അമ്മയും കുഞ്ഞിന്റെ എല്ലാം കാര്യമെല്ലാം ശരിയാക്കിയാണ്. എടാ, നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ? ഇത്തവണ LDF സർക്കാർ ഭരണം നിലനിർത്തുമോ? എന്താ തോന്നുന്നത്? മൂന്നാമതും വരുമെന്നാണ് നമ്മളെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? നല്ല ഭരണാധി കാഴ്ചയൊക്കെ നല്ല വികസനം നാട്ടിലുണ്ട്. പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. 18 മാസം കഴിഞ്ഞ സർക്കാർ വെച്ചിട്ട് ഈ സർക്കാരാണ് കൊടുത്തു തീർത്തത്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന കൂട്ടരെല്ലാം വോട്ട് ചെയ്തിരിക്കും. വരും, തുടർച്ചയായിട്ട് വരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ? ഇത്തവണ LDF സർക്കാർ ഭരണം നിലനിർത്തും എന്ന് തോന്നുന്നു. ഭരണം നിലനിർത്തും. എന്തുകൊണ്ടായിരിക്കും? വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വികസനം കാരണം വെച്ചാൽ പോകുന്ന വഴിക്കൽ നമ്മൾ അതിന്റെ മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. അത് പറയില്ല. ഞാൻ പൊതുജനങ്ങൾക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ? ഇത്തവണയും LDF സർക്കാർ ഭരണം നിലനിർത്തുമോ എന്ന് തോന്നുന്നു? വരും തന്നെ തോന്നുന്നു. പറയാൻ കാരണം? കുഴപ്പമില്ല, എല്ലാ മേഖലയിലും മോശമില്ലാണ്ട് പോകുന്നു. അതുകൊണ്ട് ഇത്തവണയും LDF സർക്കാരിനെ ഭരണം. തീർച്ചയായും.